ഇപ്പോൾ പഞ്ചാബിലെ ചരിത്രപ്രസിദ്ധമായ അമൃതസറിലെ സുവർണ ക്ഷേത്രത്തിന് മുന്നിൽ വിനീത വി ജി ഉണ്ട്. വിനീത വി ജി, പഞ്ചാബിലെ അവസ്ഥയും ചണ്ഡീഗഡിലെ അവസ്ഥയും എന്താണെന്ന് നമ്മോട് പറയും. എന്താണ് വിനീത അവിടെ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള വിവരം? ഞാൻ നിൽക്കുന്നത് അമൃത്സറിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന് മുൻപിലാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടാണ് ഈ മേഖലയിലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഞ്ചാബിന്റെ മറ്റ് നഗരമേഖലകളിലും ഈ ഘട്ടത്തിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ചില മേഖലകളിൽ സൈറം മുഴങ്ങിയതായിട്ടും ഒരു വിവരം കൂടി ലഭ്യമാവുന്നുണ്ട്. നേരത്തെ തന്നെ ഒരു 8 മണി 9 മണിയോടുകൂടി ഒരു പൂർണ്ണ ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്ന ഒരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് സുവർണ ക്ഷേത്രത്തിന് മുൻപിലുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പൂർണ്ണമായും ബ്ലാക്ക് ഔട്ടിലേക്ക് നഗരം നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം എല്ലാ മേഖലകളിലും നൽകിയിട്ടുണ്ട്. ചണ്ഡീഗഡിനെ സംബന്ധിച്ചിടത്തോളം അതീവ ജാഗ്രത, അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ചണ്ഡീഗഡിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ആ മേഖലയിൽ ഇന്ന് രാവിലെയും ഒരു സൈറൺ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു. ആളുകൾ വീടുകളിൽ തന്നെ തുടരണം, പുറത്തേക്ക് ഇറങ്ങരുതെന്ന നിർദ്ദേശമായിരുന്നു ഇന്ന് രാവിലെയൊക്കെ തന്നെ ചണ്ഡീഗഡിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ കച്ചവടക്കാർക്കൊക്കെ പ്രത്യേകം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 8 മണിക്ക് മുൻപായി കച്ചവടക്കാർ കടകൾ അടയ്ക്കണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പരസ്യ ബോർഡുകളിൽ പോലും ലൈറ്റുകൾ ഇടരുത് എന്ന് ഈ ചണ്ഡീഗഡിലുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൊറാലിയിലും സമാനമായിട്ടുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. 7 മണിക്ക് മുൻപ്, അതായത് അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള ഈ മരുന്നുകൾ വാങ്ങുന്നതിനും മറ്റുമുള്ള മെഡിക്കൽ സ്റ്റോറുകൾ ഒഴികെയുള്ള മറ്റ് കടകളെല്ലാം പൂർണ്ണമായും അടയ്ക്കണമെന്നാണ് മൊറാലിയിലും നൽകിയിരിക്കുന്ന നിർദ്ദേശം. പഞ്ചാബിലെ സ്കൂളുകൾക്ക്, പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ സംസ്ഥാനത്തിലെ 6 ജില്ലകളാണ് ഈ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത്. ഈ 6 ജില്ലകളിലും അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തരൻതാൺ എന്നൊരു ജില്ലയുണ്ട്. തരൻതാരൻ എന്ന ജില്ലയിലെ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ കഴിഞ്ഞ ദിവസമൊക്കെ വലിയ ആശങ്കയിലാണ് ആ ജില്ലയിലുള്ള ആളുകൾ. ഈ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ ഇപ്പോൾ ഈ ആശങ്ക കാരണം ആ മേഖലകൾ വിട്ട് മറ്റിടങ്ങളിലേക്ക് പോകുന്നു എന്നൊരു റിപ്പോർട്ട് കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം ഈ മലയാളികളായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇതിനോടകം പഞ്ചാബിലൊക്കെ പഠിക്കാനായി എത്തിയ വിദ്യാർത്ഥികളാണ്. അവരും ഇതിനോടകം നാടുകളിലേക്ക് മടങ്ങുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇന്ന് ഒരു 18 അംഗ സംഘ വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ ആശങ്കയിൽ തന്നെയായിരുന്നു അവരും ഉണ്ടായിരുന്നത്. കാരണം അവർ താമസിക്കുന്ന മേഖലകളിലൊക്കെ സമാനമായിട്ടുള്ള ആശങ്കകൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ ലുധിയാനയ്ക്ക് സമീപമുള്ള ജലന്ധറിലാണ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ മേഖലകളിൽ കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണം നടന്നതാണ്. ഈ വിദ്യാർത്ഥികളൊക്കെ താമസിക്കുന്ന മേഖലയ്ക്ക് സമീപമാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നത്. അതിൽ വലിയ ആശങ്ക തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പഠാൻകോട്ടിലും അമൃത്സറിലും അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ആക്രമണത്തിനുള്ള ഒരു സാധ്യത പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സൈന്യം അതിനെ അതിശക്തമായി തന്നെ എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, തകർത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ ലക്നൌവിന് അടുത്തുള്ള ലുധിയാനയ്ക്ക് അടുത്തുള്ള ഒരു പ്രദേശത്ത് ഇന്ന് പ്രദേശവാസികൾ പറയുന്നത് അവർക്ക് അവിടെ നിന്ന് ഈ മിസൈലിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ആ പ്രദേശവാസികൾ ആ വിവരം പിന്നീട് പോലീസിനെ അറിയിക്കുകയും പോലീസൊക്കെ അവിടെ എത്തി അവിടെ സ്ഥിതിഗതികളൊക്കെ തന്നെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ അതിർത്തിയിലുള്ള മേഖലകളിൽ, ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയിലുള്ള ആളുകളൊക്കെ വലിയ ആശങ്കയിൽ തന്നെയാണ് കഴിയുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കൃഷി ഉപജീവന മാർഗമാക്കിയ ആളുകളാണ് ആ മേഖലയിലുള്ളത്. ഇങ്ങനെ സാധാരണക്കാരെ കേന്ദ്രീകരിച്ചാണ്, ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ആക്രമണം നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. ഇന്ന് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് 10 മന്ത്രിമാർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഈ അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിനും ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു അടിയന്തര ഘട്ടം ഉണ്ടാവുകയാണ് എങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള സ്ഥിതിഗതികൾ ഉറപ്പാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കുന്നതിനുമൊക്കെയായി ഈ മന്ത്രിമാരെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് മന്ത്രിമാരെടുക്കുന്ന തീരുമാനങ്ങൾ, സ്ഥിതിഗതികളൊക്കെ തന്നെ വളരെ കൃത്യമായി അറിയിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അമൃത്സറിലെ സുവർണ ക്ഷേത്രമാണ്. ഇവിടെ സമ്പൂർണ്ണമായിട്ടുള്ള ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്കയടക്കം ഉണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെയാണ് ബ്ലാക്ക് ഔട്ട് അവർ സംസാരിക്കാൻ पूरा ब्लैक आउट है क्या मैम? ब्लैक आउट है ना, पूरा लाइट बंद है मैम। ये ऊपर से ऑर्डर आया गुरुद्वारे से, तो इसलिए लाइट ऑफ की है। तो ज़्यादा अलर्ट है ना? हाँ जी, अलर्ट है। चलो, गुरु महाराज की कृपा है, इस पर कभी आज नहीं आएगी। पूरा शॉप क्लोज किया इधर ही है? हाँ जी, हाँ जी, पूरा किया क्लोज।
മേഖലയിലുള്ള കടകളൊക്കെ തന്നെ അടച്ചിരിക്കുകയാണ്. പരസ്യ ബോർഡുകളിലൊന്നും തന്നെ ലൈറ്റുകൾ ഇടാൻ പാടില്ലെന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. അമൃത്സറിലും ഇന്ന് പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം ആളുകൾക്കൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചണ്ഡീഗഡിലെ സ്ഥിതിഗതികളാണ് ഇന്ന് രാവിലെയൊക്കെ നമ്മൾ അവിടെ എത്തിയപ്പോഴും അവിടെയുള്ള ആളുകളുമൊക്കെ വലിയ ഒരു ആശങ്കയിലേക്ക് അടക്കം പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിലേക്കൊക്കെ എത്തിയ ആളുകൾ അവർ വിനീത വിജിയാണ് അമൃതസറിലെ സുവർണ്ണ ക്ഷേത്രത്തിന് മുന്നിൽ നമുക്കൊപ്പം ചേർന്നത്.